ഇന്ന് നമുക്ക് ഒരു മന്ത്ലി ഷോപ്പിങ്ങിന് പോയാലോ? വായോ. കുറേ സാധനങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഏതായാലും ബസ്സിന് പോകാമെന്നില്ല, ഒരു വണ്ടി അങ്ങ് വിളിച്ചു. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാലേ ആദ്യം ഓടുന്ന ലുലുലോട്ടാട്ടോ. അവിടെ ആകുമ്പോൾ കുറേ ഓഫേഴ്സൊക്കെ കാണും, അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങാമല്ലോ. അങ്ങനെ ഞങ്ങൾ ലുലുവിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറണം. നമുക്ക് അകത്തോട്ട് കയറിയാലോ? വാ, നമുക്ക് പോയിട്ട് വരാം. ഇതിനകത്ത് കയറുന്നതിന് മുന്നേ നമ്മളെന്താ പറയുക, കൊട്ട. അതെ, അങ്ങനെ 2 കൊട്ട എടുത്തുകൊണ്ട് ഞങ്ങൾ പതുക്കെ നടന്നു അകത്തോട്ട്. ഇന്ന് ലുലുവിൽ കുറച്ച് ഓഫർ ഉണ്ടെന്ന് അറിയാൻ പറ്റി. അതുകൊണ്ട് കുറച്ചേറെ സാധനങ്ങൾ മേടിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. കയറി ചെന്നപ്പോഴേ എങ്ങോട്ടാണ് ചെന്നേ? ചോക്ലേറ്റ് സെക്ഷനിലോട്ട് ചെന്നതും അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ കളക്ട് ചെയ്തു. ഏതായാലും ചുമ്മാ ഇരിക്കുമ്പോൾ നല്ല രസമില്ലേ ചോക്ലേറ്റൊക്കെ കഴിക്കാൻ. അങ്ങനെ അവിടുന്ന് അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയി പച്ചക്കറി സെക്ഷനിലോട്ട് പോയി. പച്ചക്കറി മേടിച്ച് കഴിഞ്ഞിട്ടോ നേരെ സ്നാക്സ് സെക്ഷനിലോട്ട്. അവിടുന്ന് കുറച്ച് സ്നാക്സ് മേടിച്ചേ, അത് നമുക്ക് പിന്നെ കഴിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് പോയത് ഇതാ കുറച്ച് ഫിഷ് സെക്ഷനാണ്. ഇവിടെ കുറേ ഐറ്റംസ് ആയിട്ടുള്ള ഫിഷുണ്ട്. എല്ലാം പാക്ക് ചെയ്തും മസാല ചെയ്തും ഒക്കെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഇവിടെ ഒരു ഫിഷ്. പേരറിയത്തില്ല, പക്ഷേ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കൊഞ്ചുണ്ട്, വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ പോയത് അവിടെ ട്രോളി ബാഗിൻ്റെ ഓഫർ കണ്ടപ്പോൾ അങ്ങോട്ടേക്കായിരുന്നു. പൈസ കുറവാണെങ്കിൽ ഒരു ബാഗ് എടുക്കാമെന്ന് വെച്ചായിരുന്നു, പക്ഷേ പൈസ കുറവില്ലാത്തതുകൊണ്ട് എടുത്തില്ല. അതിൻ്റെ സങ്കടം തീർക്കാനായിട്ട് കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ തപ്പിപ്പിറക്കി കുറച്ച് സാധനങ്ങൾ വാരിക്കൂട്ടി കേട്ടോ. വാരിക്കൂട്ടിയ സാധനങ്ങളുമായിട്ട് താഴോട്ടിറങ്ങി. ഫുഡ് കോർട്ടിൽ നിന്ന് എന്താ വാങ്ങിച്ചതെന്ന് പറഞ്ഞില്ലല്ലോ. പഴംപൊരിയാണ് ഗൈസ്. പഴംപൊരിയും കട്ട്ലേറ്റും മേടിച്ചു ഗൈസ്. അങ്ങനെ ആഗ്രഹം മൂത്ത് പഴംപൊരിയും കട്ട്ലേറ്റും മേടിച്ച് ഞങ്ങൾ കഴിച്ചു. പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരമുള്ള പഴമായിരുന്നു കേട്ടോ. അതുപോലെ കട്ട്ലേറ്റും ചിക്കൻ കട്ട്ലേറ്റായിരുന്നു, നല്ല അടിപൊളി മസാല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ദാണ്ട ഞങ്ങളുടെ വണ്ടി വന്നേക്കുന്നു. ഹെൽപ്പറും ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടനും കൂടെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ടിക്കി കയറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സൂക്കിലേക്കാണ് കേട്ടോ. അവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. നേരെ അങ്ങോട്ട് പോയി. പോകുന്ന വഴിക്ക് കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. സൂര്യൻ മങ്ങി വരുന്ന സമയമായതുകൊണ്ട് കാഴ്ചകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ എവിടെ എത്തി? ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് റെസ്റ്റോറൻ്റായ അൽ അറബ് റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ ചെന്നിട്ട് കുറച്ച് നേരം മെനു കാർഡൊക്കെ നോക്കി നിന്ന് എന്ത് വേണമെന്നറിയാതെ ലാസ്റ്റ് അൽഫാമും ഒരു റൊട്ടിയും മേടിച്ചു. കൂടെ 2 ഫ്രഷ് ജ്യൂസും. അവൾക്ക് പൈനാപ്പിൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പൈനാപ്പിൾ മേടിച്ചു, ഞാൻ മാംഗോ മേടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അൽഫാമും റൊട്ടിയും മയോണൈസും കൂടെ കൂട്ടിയിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചു. വാവ്, അടിപൊളി, സൂപ്പർ. വയറ് ഫുള്ളായെങ്കിലും ജ്യൂസ് കളഞ്ഞിട്ട് പോരാൻ തോന്നിയില്ല. എങ്ങനെയൊക്കെയോ കുടിച്ച് തീർത്ത്. നൈറ്റ് ടൈമിൽ ഇവിടെ